വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായന ഭാഗം രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 21 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി 1 ശമൂവേൽ 18-ാം അധ്യായം 1-ാം വാക്യം. യോനാഥാൻ അവനെ സ്വന്തം പ്രാണനെപ്പോലെ സ്നേഹിച്ചു. ശൗൽ രാജാവിൻ്റെയും അഹീനോവമിൻ്റെയും മൂത്ത മകനാണ് യോനാഥാൻ. യഹോവ നൽകി എന്നതാണ് യോനാഥാൻ എന്ന പേരിൻ്റെ അർത്ഥം. ധീരനായ ഒരു യോദ്ധാവായിരുന്നു യോനാഥാൻ. ആവേശം പകരുന്ന ഒരു നേതാവായിരുന്നു. വാത്സല്യനിധിയായ മകൻ ആയിരുന്നു. ത്യാഗസമ്പന്നനായ സ്നേഹിതൻ. ഈ നിലകളിൽ ഉന്നതമായ വ്യക്തിത്വത്തിൻ്റെയും ഉദാത്തമായ ആവിഷ്കാരങ്ങളുടെയും മകുട ഉദാഹരണമാണ് യോനാഥാൻ. മാത്രവുമല്ല, പിതാവായ ശൗലിൻ്റെ സേനാനായകനും ആയിരുന്നു യോനാഥാൻ. അതിനാൽ ഫെലിസ്ത്യരെ പരാജയപ്പെടുത്തുന്നതിൽ യോനാഥാൻ നിർണായകമായ പങ്ക് വഹിച്ചിരുന്നു. ഈ പകൽക്കാലം നമുക്ക് യോനാഥാൻ്റെ ജീവിതത്തിലൂടെ ഒന്ന് യാത്ര ചെയ്യാം. ഒന്നാമതായി, നല്ലൊരു സ്നേഹിതനായിരുന്നു യോനാഥാൻ. കുറിവാക്യത്തിൽ കേട്ടതുപോലെ യോനാഥാൻ ദാവീദിനെ സ്വന്തം പ്രാണനെപ്പോലെ സ്നേഹിച്ചു എന്ന് കാണുന്നു. ശക്തമായ ഒരു സുഹൃത്ത് ബന്ധമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. യോനാഥാനും ദാവീദും തമ്മിൽ ഒരു ഉടമ്പടി ബന്ധം നിലനിർത്തിയിരുന്നു. എന്നാൽ 1 ശമൂവേൽ 20-ാം അധ്യായത്തിൽ ശൗൽ ദാവീദിനെ വകവരുത്തുവാൻ ശ്രമിക്കുമ്പോഴെല്ലാം യോനാഥാൻ ദാവീദിന് മുന്നറിയിപ്പ് കൊടുക്കുകയും ജീവനെ രക്ഷിക്കുവാൻ അതിയായി ആഗ്രഹിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. തൻ്റെ പിതാവിന് ദാവീദിനോടുള്ള കോപം മാറി ഇരുവരും രമ്യതയിലാകുവാനും യോനാഥാൻ പലപ്പോഴും പരിശ്രമിച്ചിരുന്നു. അങ്ങനെ സ്നേഹിതനു വേണ്ടി വാദിച്ചതിനാൽ സ്വന്തം പിതാവിൻ്റെ കോപത്തിനും സാക്ഷിയായി തീരേണ്ടി വന്നു യോനാഥാന്. അങ്ങനെയെങ്കിൽ ദാവീദിനെ സ്വന്തം പ്രാണനെപ്പോലെ സ്നേഹിച്ച നല്ല ഒരു സ്നേഹിതനായിരുന്നു യോനാഥാൻ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. രണ്ടാമതായി, സ്നേഹിതനു വേണ്ടി തൻ്റെ രാജത്വം ഉപേക്ഷിക്കുവാൻ തയ്യാറാകുന്ന യോനാഥാൻ. തനിക്ക് ലഭിക്കേണ്ട രാജപദവി വിട്ടുകൊടുക്കുവാനും അങ്ങനെ ദാവീദിൻ്റെ കീഴിൽ ഒരു രണ്ടാമനെ പോലെ പ്രവർത്തിക്കുവാനും സന്നദ്ധനായിരുന്നു യോനാഥാൻ. ഇവിടെ 1 ശമൂവേൽ 23-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്, ശൗലിൻ്റെ മകനായ യോനാഥാൻ പുറപ്പെട്ട് ആ കാട്ടിൽ ദാവീദിൻ്റെ അടുക്കൽ ചെന്ന് അവനെ ധൈര്യപ്പെടുത്തുകയുണ്ടായി. യോനാഥാൻ പറയുന്നത് ഇപ്രകാരമാണ്: ഭയപ്പെടേണ്ട, എൻ്റെ അപ്പനായ ശൗലിന് നിന്നെ പിടികിട്ടുകയില്ല. നീ ഇസ്രായേലിന് രാജാവാകും. അന്ന് ഞാൻ നിനക്ക് രണ്ടാമനും ആയിരിക്കും എന്ന ആ ഒരു വലിയ ഉറപ്പ് യോനാഥാൻ ദാവീദിന് നൽകുകയാണ് ചെയ്യുന്നത്. തുടർന്ന് ഫെലിസ്ത്യരുമായുള്ള യുദ്ധത്തിൽ യോനാഥാനും പിതാവായ ശൗലും ശൗലിൻ്റെ മറ്റ് ആൺമക്കളുമെല്ലാം മരിക്കുന്നു. ഇവിടെ 2 ശമൂവേൽ 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ ദാവീദിൻ്റെ വിലാപഗീതം ഉൾപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ 26-ാം വാക്യത്തിൽ, യോനാഥാനെ, എൻ്റെ സഹോദരാ, നിന്നെ ചൊല്ലി ഞാൻ ദുഃഖിക്കുന്നു. നീ എനിക്ക് അതിവത്സലൻ ആയിരുന്നു എന്ന് ദാവീദ് യോനാഥാനെക്കുറിച്ച് പറയുന്നു. തുടർന്ന് യോനാഥാൻ്റെ അസ്ഥി യാബേശിൽ അടക്കം ചെയ്തുവെന്നും പിന്നീട് ബെന്യാമീൻ ദേശത്ത് കീശിൻ്റെ കല്ലറയിൽ അടക്കം ചെയ്തുവെന്നും തിരുവചനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. പ്രിയമുള്ളവരെ, ഇത്തരത്തിൽ നല്ല സുഹൃത്ത് ബന്ധങ്ങൾ കണ്ടുപിടിക്കുവാനും അവ ജീവിത അവസാനം വരെയും നിലനിർത്തുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നല്ല സുഹൃത്ത് ബന്ധങ്ങൾ നിലനിർത്തുന്നവരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.